ഡിഗ്രി ഇല്ലാണ്ട് സ്കില്ല് പഠിച്ചാലല്ലേ കാര്യമുള്ളൂ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. എനിക്ക് മെസ്സേജ് അയച്ചാൽ എന്തായിരുന്നു എഴുതിയത്, ഒന്ന് റിപ്പീറ്റ് ചെയ്യാമോ? കമ്പ്യൂട്ടർ സയൻസിൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്കില്ല് ചെയ്യണം എന്നാണ് ആഗ്രഹം. അതെ അതെ അതെ. അപ്പൊ ഡിഗ്രി ചെയ്യണ്ടെന്നാണോ പറയുന്നത്? ഡിഗ്രി അങ്ങനെ കമ്പൽസറി ആണോ? എന്താവശ്യത്തിനും ഒരു ഡിഗ്രി അല്ലേ ചോദിക്കാം നാളെ. അതെ അതെ അതെ. ഏത് സ്കൂളിലാണ് പഠിച്ചത്? നന്ദിക്കര. നന്ദിക്കരയിൽ ഏത് സ്കൂൾ? നന്ദിക്കര ഗവൺമെന്റ് VHSC. ഓക്കെ. ഏതെങ്കിലും ഒരു ഡിഗ്രിക്ക് ചേരണം എന്നാണ് ഞാൻ പറയാ. അത് IT റിലേറ്റഡ് ആണെങ്കിൽ ഏറ്റവും നല്ലത് ബിടെക് തന്നെയാണ്. ബിടെക് ഇപ്പൊ എല്ലായിടത്തും ഉണ്ടല്ലോ. കീം എഴുതിയിട്ടില്ലേ? റാങ്ക് എന്തെങ്കിലും കിട്ടില്ലേ? അത് അറിയില്ല, ആൾക്ക് ഉറപ്പില്ല. തൃശ്ശൂരിന് ചുറ്റും തന്നെ ഇഷ്ടം പോലെ കോളേജ് ഉണ്ടല്ലോ. ഏതെങ്കിലും കോളേജ് കിട്ടാണ്ടിരിക്കും. അത് കിട്ടും. ചുമ്മാ ഏതെങ്കിലും കോളേജിൽ ചേരുക, ബാക്കി എക്സ്ട്രാ കോഴ്സ് ആയിട്ട് കുറെ പഠിക്കാം. എന്താ അയാളുടെ പേര്? ഇല്ലേ അടുത്ത്? ഹലോ, ദീപ്ത ഇല്ലേ അടുത്ത്? പിന്നെ ആരൊക്കെ ഉണ്ട് വീട്ടില്? പൗൾട്രി ആൻഡ് ബിസിനസ് മാനേജ്മെന്റ് ആണ് കഴിഞ്ഞേക്കുന്നത്. എന്ത് പൗൾട്രി ആൻഡ് ബിസിനസ് മാനേജ്മെന്റ്? ഫാം ഒക്കെ ബന്ധപ്പെട്ടതാ. വെറ്ററിനറിയുടെ ഒരു കോഴ്സാണ്. മോന്റെ. എവിടെ? ഏത് അഗ്രികൾച്ചറൽ യൂണിവേഴ്സിറ്റിയിലാണോ? മറ്റേ ഇവിടെ നമ്മുടെ മണ്ണാർക്കാട് കോളേജ് ഓഫ് ഏവിയൻ സയൻസ്. അത് കംപ്ലീറ്റ് ആയി. മോന്റെ ഡിഗ്രി ഇപ്പൊ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. BSc ഗ്രാജുവേഷൻ ആണോ? അതെ അതെ. ഓക്കേ. അപ്പൊ അതിന്റെ PSc അവര് ഇപ്പൊ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് ഡോക്ടർ. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലാ? അതെ, കാലിക്കറ്റ് ഞാൻ തോന്നുന്നുണ്ട്. അപ്പൊ അത് ഫാം അസിസ്റ്റന്റിന്റെ ഒരു ഇത് ഇപ്പൊ വന്നിട്ടുണ്ട് അവർക്ക് എക്സാം. ഫസ്റ്റ് ടൈം ഇറക്കിയേക്കണതാ. ഫസ്റ്റ് ടൈമാണ് ഇപ്പൊ PSc അത് ഇറക്കിയേക്കണം ഇവർക്ക് വേണ്ടിട്ട്. അപ്പൊ അതിന്റെ പ്രോസസ്സിംഗ് നോട്ടിഫിക്കേഷൻ ഒക്കെ വന്ന, എക്സാം ഡേറ്റ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ അത് അങ്ങനെ നിൽക്കുന്നു. അധികം കാൻഡിഡേറ്റ്സ് ഉണ്ടാവില്ലല്ലോ, അധികം കേൾക്കാത്തൊരു കോഴ്സ് അല്ലേ? അതെ അതെ അതെ. പിന്നെ നമുക്ക് അവിടെ ഇവിടെ ഉണ്ട്, വയനാടുണ്ട്. അത് ഒരു കോളേജ് വയനാടുണ്ട്. പിന്നെ ഇവിടെ മണ്ണാർക്കാടാണ് ഉള്ളത്. അപ്പോ അധികം സീറ്റ് ഇല്ല. ഒരു കൊല്ലം ഒരു 100 പേരൊക്കെ പഠിച്ചിറങ്ങണുള്ളൂ അതിന്റെ കോഴ്സ്. അതിന്റെ വല്ല അഭിപ്രായം ഉണ്ടോ സാറേ? അല്ല ഡോക്ടർ, അല്ല, എന്തെങ്കിലും ജോലി കിട്ടാ ഗവൺമെന്റിൽ നോക്കാം. വേറെ എന്താണ് ഓപ്ഷൻ ഉള്ളത്? അല്ലെങ്കിൽ പിന്നെ സ്വന്തം ചെയ്യാൻ തുടങ്ങാനുള്ള പ്രൊഫഷണൽ ഒരു നോളജ് ഉണ്ടെങ്കിൽ സ്വന്തം തുടങ്ങണം. അങ്ങനെ ചെയ്യാൻ അങ്ങനെയുണ്ട്. ലോണും കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അഗ്രികൾച്ചർ ആയാലും കാരണം. അതെ. പക്ഷെ ഇത് നമ്മുടെ തമിഴ്നാട്ടിലൊക്കെ നല്ലോണം ഫാമുകളൊക്കെ ഉണ്ട്. ഫാമുകൾക്ക് തമിഴ്നാട്ടിലൊന്നും പോണ്ട. നിങ്ങൾ അവിടുന്ന് കൊടുങ്ങല്ലൂരിൽ പോയി കഴിഞ്ഞാൽ എൻ്റെ ഒരു സുഹൃത്ത് പ്രദീപൻ സ്വന്തം ഫീഡിംഗ് ഒക്കെ ഉണ്ടാക്കി നല്ലപോലെ എസ്റ്റാബ്ലിഷ്ഡ് ആണ്. ഞാൻ തരാം, നമ്പർ അയച്ചു തരാം. അദ്ദേഹം ഓൾറെഡി ഫാം നടത്തുന്നുണ്ട്. അയാള് ബിസിനസ് വേറെ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇത് അതിന്റെ പാർട്ട് ടൈം ആയിട്ട് ചെയ്യുന്ന പരിപാടി. അപ്പൊ അതിനൊരു ഇൻട്രസ്റ്റും താല്പര്യവും ഗവേഷണം ചെയ്യാനുള്ള ഒരു മനക്കരുത്തൊക്കെ ഉണ്ടെങ്കിൽ നല്ല സൗകര്യവും സ്ഥലവും വേണം. സാധാരണ ഇത് ചെയ്യുമ്പോൾ ഫാമിന്റെ ഏറ്റവും വലിയ പ്രോബ്ലം അയൽവാസികളൊക്കെ ഇതിനെ എതിർക്കും. അതൊരു പ്രോബ്ലമാണ്. നമ്മൾ കുറച്ചും കൂടി ഉള്ളേരിയയിലേക്ക് പോകേണ്ടി വരും. അതെ, അല്ലെങ്കിൽ ഈ ഫാമുകളൊന്നും നടക്കില്ല. കേരളത്തിൽ അവിടെ ഇവിടെയൊക്കെ കംപ്ലൈന്റ് ആണ്. കാരണം ഇവിടെയൊക്കെ ഹൈദരാബാദിലുള്ള ഫാമുകളൊക്കെ സിറ്റിയിൽ നിന്ന് കുറേ ദൂരെയാണ്. ഇപ്പൊ കേരളത്തില് ദൂരെ എന്ന് പറയുന്നൊരു സംഭവം ഇല്ലല്ലോ. എല്ലായിടത്തും ജനങ്ങൾ വസിക്കുന്ന സ്ഥലമല്ല.
ആ ആ ആ. പക്ഷെ കേരളത്തിലാണ് കൂടുതല് നമ്മളിപ്പോ എഗ് കൺസംഷനും മീറ്റും ഒക്കെ കേരളത്തിലാണ് കൂടുതല്. എല്ലായിടത്തും ഉണ്ട്. കേരളത്തിൽ മാർക്കറ്റ് ഉണ്ട്. കേരളത്തിൽ ഇത് പറ്റാത്തോണ്ട് പുറത്തുനിന്ന് വരുന്നു എന്ന് മാത്രം. അതെ അതെ അതെ. നമ്മൾ ഗവൺമെന്റ് ശരിക്കും നമുക്ക് ഇത് ഫാം ബന്ധപ്പെട്ടതൊക്കെ എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്ന നല്ലൊരു ഇതാണത്. അല്ല, കുറെ കാട്ടിന്റെ അടുത്ത് എവിടെയെങ്കിലും ഏരിയയിലൊക്കെ പോയിട്ട് ജനവാസം ഇല്ലാത്ത സ്ഥലത്തൊക്കെ പോയിട്ട് തുടങ്ങുകയാണെങ്കിൽ വലിയ സ്കെയിലൊക്കെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാൻ പറ്റും. ചെറിയ സ്കെയിലാണെങ്കിൽ അവിടെ ഇവിടെയൊക്കെ ചെയ്യാം. ആ അപ്പൊ അങ്ങനെ നിക്കണം സാർ. അപ്പൊ മോൻ പിന്നെ ഹസ്ബൻഡ് ഖാദിയിലാണ്. ഖാദി ആൻഡ് വില്ലേജ് ഇൻഡസ്ട്രീസ്. തൃശ്ശൂർ തന്നെയാണോ? തൃശ്ശൂരല്ല, ഇപ്പൊ ആള് ഗോവയിലാ. അവിടെ ട്രാൻസ്ഫർ. ഇവിടെ നടത്തറയായിരുന്നു. നടത്തറ നമ്മുടെ മൾട്ടി ഡിസിപ്ലിനറി യൂണിറ്റ് ഉണ്ടല്ലോ ഖാദിയുടെ, അവിടെ ആയിരുന്നു. ഇപ്പൊ ട്രാൻസ്ഫർ ആയി ഗോവയിലാ. ഇപ്പൊ മോളോട് ഏതെങ്കിലും കോളേജ് ചേരാൻ പറയോ? അതായിരിക്കും നല്ലത്. പിന്നെ ഡോക്ടർ ഇന്നലെ ഒരു വീഡിയോയിൽ പറഞ്ഞില്ലേ, ഒരു ഓൺലൈൻ കോഴ്സുകൾ ഇതൊക്കെ പാരലലി ചെയ്യാൻ പറ്റുന്നതാണ്. അത് ഏതാ സാറേ, ഒന്ന് മെൻഷൻ ചെയ്യോ? അത് ഏതാണ് താല്പര്യം എന്ന് പറഞ്ഞ് മാസീവ് ഓപ്പൺ ഓൺലൈൻ കോഴ്സസ്, ഓൺലൈൻ യൂണിവേഴ്സിറ്റീസ്, എഡെക്സ്, കോഴ്സറ, ഇതൊക്കെ ഒന്ന് വെറുതെ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയാൽ ഇഷ്ടം പോലെ കാണും. അതിൽ ഏതാണ്, ഏത് വിഷയമാണ്, ഏത് സ്പെഷ്യലൈസ്ഡ് ആണ്, കമ്പ്യൂട്ടർ സയൻസ് എന്നല്ല, അതിൽ ഏതാ പഠിക്കേണ്ടതെന്ന് തീരുമാനിക്കണം. അത് കുറേ കോഴ്സുകൾ ഒരു സ്ഥലത്ത് മാത്രമല്ല, റിപ്പീറ്റഡ് ആയിട്ട് പല സ്ഥലത്തും ചെയ്യാൻ പറ്റും. ഇപ്പൊ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് എഞ്ചിനീയറിംഗിന്റെ, ഒന്ന് കണ്ടു നോക്കൂ. നമ്മളിവിടെ എറണാകുളത്ത് അന്വേഷിച്ചപ്പോഴേ ഡോക്ടർ അവിടെ ഭയങ്കര ഫീസ്. ഒരു പ്രൈവറ്റ് കേരളത്തിലൊക്കെ കൊടുക്കുന്ന കോഴ്സുകൾ ചെയ്യരുത്. അവർക്കൊക്കെ ഒരു വിവരം ഉണ്ടാവില്ല, ഒരു കമ്പനിയിലും വർക്ക് ചെയ്തിട്ടുണ്ടാവില്ല, ഒരു പ്രാക്ടിക്കൽ എക്സ്പീരിയൻസ് ഉണ്ടാവില്ല. എബ്രോഡ് നിന്നൊക്കെ ഫ്രീ ആയിട്ട് കൊടുക്കുന്ന കുറേ കോഴ്സുകളുണ്ട്. അത് ഡയറക്റ്റ് ആയിട്ട് ചെയ്യാം. നല്ല ഇംഗ്ലീഷ് ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. നല്ല ലെക്ചേഴ്സ് കേൾക്കുക, അവർ പറയുന്ന അസൈൻമെന്റ്സ് ചെയ്യാം. അങ്ങനെ ഇഷ്ടം പോലെ ചെയ്യാൻ പറ്റും. ഒന്ന് ചുമ്മാ ഒന്ന് വാട്സപ്പ് മെസ്സേജ് അയക്കുക, ഇഷ്ടംപോലെ മെസ്സേജുകൾ വരും. അതിനകത്ത് വെറുതെ ഒന്ന് നിങ്ങൾ തന്നെ ഗൂഗിളിൽ പെട്ട മോളെവിടെ, ഈ പഠിക്കേണ്ട കുട്ടി എവിടെ? ഈ 2 വയസ്സുള്ള കുട്ടിക്ക് ഫീഡ് ചെയ്യുന്ന പോലെ അല്ലല്ലോ. എന്താ പേര്? ദീപ്തന്റെ ഏതെങ്കിലും വീഡിയോ കണ്ടിട്ടുണ്ടോ? അമ്മ പറഞ്ഞത് പഠിച്ചാൽ മതി. അമ്മ പറഞ്ഞിട്ട് ബിടെക്കും പഠിച്ചാൽ മതി. അമ്മ പറഞ്ഞിട്ട് ഏത് ബിടെക് പഠിക്കുക, അമ്മ പറഞ്ഞിട്ട് ഏത് കോഴ്സ് ചെയ്യേണ്ടത് നോക്കുക. അമ്മ മാത്തമാറ്റിക്സ് പഠിക്കുക, എന്നിട്ട് ദീപ്തക് പറഞ്ഞു തരിക. യൂട്യൂബിൽ നോക്കണ്ടേ ഐടിയുടെ ഡോക്ടർ TPSന്റെ ഏതെങ്കിലും വീഡിയോ കണ്ടുവോ? കമ്പ്യൂട്ടർ സയൻസ് ബിടെക് ഡോക്ടർ TPS അടിച്ചു നോക്കിയാൽ ഇഷ്ടം പോലെ വീഡിയോ കാണും. അതിലൊക്കെ കുറെ കോഴ്സുകളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. വലിയ ഹോപ്പും വലിയ ആഗ്രഹങ്ങളും ഒക്കെ ഉണ്ടാക്കി വെക്കുക, ചെറിയ പ്രോഗ്രാം ചെയ്യാണ്ട്. ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് കോഴ്സ് എവിടെയെങ്കിലും റോഡ് സൈഡിലുള്ള ഷോപ്പിന്റെ മുകളിൽ കൊടുക്കുന്ന കോഴ്സുകളൊന്നും ചെയ്യാണ്ട്, കേരളത്തിലൊന്നും ചെയ്യാണ്ട് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളുടെ കോഴ്സുകൾ ചെയ്യാം. ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞാൽ അതിനകത്ത് കമന്റ് ചെയ്യാം. ഞാൻ ആ പേര് നോക്കും, ഇയാൾ കമന്റ് ചെയ്തിട്ടുണ്ടോ നോക്കും. അതിനകത്ത് എന്താ പഠിച്ചത്, എന്താണ് തീരുമാനിച്ചത്. ഇപ്പൊ ഇത് 2023 മെയ് 19 2025 മെയ് 19 ആകുമ്പോഴത്തേക്ക് എന്ത്, 2027 ആകുമ്പോഴത്തേക്ക് എന്ത്, ജീവിതത്തിന്റെ ഒരു പ്ലാൻ ഉണ്ടാക്കുക. അടുത്ത ഒരു വർഷത്തിൽ എത്ര എക്സ്ട്രാ കോഴ്സ് ചെയ്യാൻ പറ്റും, അത് ഏതൊക്കെ യൂണിവേഴ്സിറ്റികളിൽ ചെയ്യാം, എന്തൊക്കെയാണ് പഠിക്കേണ്ടത്, ആ വിഷയങ്ങളിലൊക്കെ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചിട്ട് ജോയിൻ ചെയ്യാം. ഇന്ന് തന്നെ 5 കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് എന്നെ അറിയിക്കുക ഏതിലൊക്കെയാ ചേർന്നത്. ഇതൊക്കെ ഫ്രീ ആണ്.
പഠിക്കാൻ ഇഷ്ടമുള്ള ഏതൊക്കെ കമ്പ്യൂട്ടർ റിലേറ്റഡ് സ്കിൽ റിലേറ്റഡ് ആയിട്ടുള്ള എന്തൊക്കെ അറിയുമോ അതൊക്കെ പഠിക്കുക. മാത്തമാറ്റിക്സ് ഇഷ്ടമാണോ? ഫിസിക്സ്, കെമിസ്ട്രി, പിന്നെ ഇഷ്ടം. ഈ 3 വിഷയവും ഇഷ്ടമാണെങ്കിൽ എഞ്ചിനീയറിംഗിന് ചേരുക. അത് ഏത് എഞ്ചിനീയറിംഗിലെങ്കിലും ഏതെങ്കിലും കോളേജിൽ ചേരുക. ബാക്കിയുള്ള കാര്യം പ്രൈവറ്റ് ആയിട്ട് കുറെ എക്സ്ട്രാ പഠിക്കുക. അതാണ് ചെയ്യേണ്ടത്. ഞാൻ ഇപ്പൊ ഒരു ബിടെക്കിനെ കുറിച്ച് ആഫ്റ്റർ 12th എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കേട്ടിട്ട് അതിനകത്ത് കമന്റ് ചെയ്യണം. അപ്പൊ എനിക്കറിയാം ഇത് കേട്ടു എന്താണ് അതിനകത്ത്. അത് കഴിഞ്ഞ് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിക്കൊരു വാട്സപ്പ് അയക്കുക. ഞാൻ എക്സ്ട്രാ കോഴ്സ് ചെയ്യാനുള്ളതിന്റെ ഡീറ്റെയിൽസ് ഒക്കെ അയച്ചു തരാം. ഏത് കോളേജിലാ അപ്പൊ ചേരുക? തൃശ്ശൂരിന്റെ അടുത്ത് മുപ്പളിയാം കോളേജിൽ നോക്കി വെച്ചിട്ടുണ്ട്. അതെവിടെയാ? ICC എന്ന് പറഞ്ഞിട്ടൊരു കോളേജ്. അതേതപ്പ കോളേജ്? അതെവിടെ ഈ മുപ്ലിയം എന്ന് പറയുന്ന സ്ഥലം? നമ്മുടെ പുതുക്കാട്, നമ്മുടെ അവിടുന്ന് ഉണ്ട് ഒരു 20 കിലോമീറ്റർ ഉണ്ട് ഡോക്ടർ. അതാണോ? ട്രാൻസ്പോർട്ട് ഒക്കെ ഉണ്ടോ അവരുടെ? ഉണ്ട്. അതിലൊരു സ്കോളർഷിപ്പ് അവരിട്ടുണ്ട്, പരീക്ഷ പോലെ ഇട്ടുണ്ട്. അപ്പൊ അതിൽ പാസ്സായി. അപ്പൊ സ്കോളർഷിപ്പ് അതിലുണ്ടാവും. കുറച്ച് ഫീസൊക്കെ കുറവെന്ന് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞു അവര്. അവിടെ ഏത് കോഴ്സിനെ ചേരാൻ പ്ലാൻ? അല്ല, ബിടെക് നമുക്ക് ഉണ്ടല്ലോ, കമ്പ്യൂട്ടർ സയൻസ് എഞ്ചിനീയറിംഗ്. അതിനാണോ ചേരണേ? അതെ. പിന്നെ വേറെ ബിടെക് അതന്നല്ല. ഇപ്പൊ നമുക്ക് IT ബന്ധപ്പെട്ട് നോക്കണെങ്കിൽ അതല്ലേ ഡോക്ടർ? ഏതും പഠിച്ചാലും IT-യിലേക്കൊക്കെ പഠിക്കാം. കമ്പ്യൂട്ടർ സയൻസ് ആണ് ഇഷ്ടമെങ്കിൽ അതിന് ചേരാം. ഓക്കെ. അപ്പൊ ആള് സ്കില്ല് പഠിക്കാൻ എന്തൊക്കെയോ പ്രൊജക്ട് ഒക്കെ ചെയ്തു ചെറുതായിട്ട്. എന്തായത്? പോലെ കോഡിങ് ചെയ്തു. ഏതാ ചെയ്തത്? അവൻ ഏത് ലാംഗ്വേജാ ഉപയോഗിച്ചത്? അപ്പൊ ജാവയില് എക്സ്ട്രാ ഒരു കോഴ്സ് ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റിന്ന് ഫ്രീ ആയിട്ട് ചെയ്യാം. അങ്ങനെ കുറേ ഏതൊക്കെയാണോ സ്കില്ല് ഉപയോഗിക്കേണ്ടത് അതിനൊക്കെ ഫ്രീ ആയിട്ടുള്ള കുറെ കോഴ്സുകൾ സ്കിൽ സെറ്റ് എന്ന് പറഞ്ഞിട്ടൊരു വെബ്സൈറ്റ് ഉണ്ട്. അതൊന്ന് അടിച്ചു നോക്കാം, അപ്പൊ കിട്ടും. വാട്സപ്പ് അയക്കാം, ഞാൻ അയച്ചു തരാം ഡീറ്റെയിൽസ്. ഓക്കെ. അപ്പൊ താല്പര്യമുള്ള ഏതാണ് ലാംഗ്വേജ് പഠിക്കാൻ? പൈത്തൺ പഠിച്ചോ? പൈത്തൺ പഠിക്കൂ. അത് ഫ്രീ ആയിട്ടുള്ള കോഴ്സ് ഉണ്ട്. കാശ് കൊടുത്തിട്ട് തൃശ്ശൂരിൽ ഏതെങ്കിലും കോർണർ ഷോപ്പിൽ നടത്തുന്നത് ചെയ്യരുത്. ഓക്കെ. ഇന്റർനാഷണൽ യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ഫ്രീ ആയിട്ട് ചെയ്യുന്ന എല്ലാ പ്രോഗ്രാമും ചെയ്യാം. ഓക്കെ. മെസ്സേജ് അടിച്ചിടാൻ പറ, ഒന്ന് കാണും. ഇത് പബ്ലിഷ് ചെയ്യാലോ അല്ലേ? ശരി. താങ്ക് യു.